എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ റിവ്യൂവിൽ ഞാൻ ഇട്ടിരുന്നത്? മലർത്തി അടിക്കും, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കും അനീഷും അനുവും. അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അനീഷ് അനുവിനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. നാളത്തെ പ്രമോ 9 ദിവസം ബാക്കി നിൽക്കെ. നിങ്ങൾ പറ, ഇതെന്തോന്നാണ് ഈ നടക്കുന്നത്? ഓക്കെ, പ്രണയം, പ്രേമം അതെല്ലാം നമ്മുടെ മനസ്സിലൊക്കെ എല്ലാവർക്കും നാച്ചുറലി തോന്നുന്ന കാര്യമാണ്. പക്ഷേ ഒരു മത്സരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു കോമ്പറ്റീഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അല്ലേ? 9 ദിവസം കൂടി അതിന് ബാക്കിയുള്ളൂ. അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം അനീഷ് എങ്ങോട്ടൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അനീഷിൻ്റെ കല ഉടയ്ക്കുകയാണോ? നിങ്ങൾ തന്നെ പറ, എന്തായിരിക്കും ഇനി? കല ഉടച്ചാലും വിവാഹ അഭ്യർത്ഥന നടത്തിയാലും അനീഷ് മുന്നേറും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതും കൂടെ ഒന്ന് പറഞ്ഞേക്കും. ബിഗ് ബോസ് ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? 9 ദിവസം കഴിഞ്ഞാൽ ഇതിനകത്തൊരു വിധി വരും, ഇതിനകത്തൊരു വിജയം ഉണ്ടാവും. അതും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 9 ദിവസം ഷോയുടെ തുടക്കമായിരുന്നെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് തുടക്കമല്ല, ഒടുക്കമാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തന്നെ തെറ്റിപ്പോവാണ്. കാര്യം എന്ത് പറ്റി അനീഷിന്? എല്ലാവരും എൻ്റെ കഴിഞ്ഞ റിവ്യൂ കാണണേ. നമ്മുടെ എപ്പിസോഡ് റിവ്യൂ കഴിഞ്ഞ വീഡിയോയിലാണ് കിടക്കുന്നത്. ഇത് പ്രമോയുടെ റിവ്യൂ ആണ് ഇട്ടേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലാണ് ഹോൾ എപ്പിസോഡ് റിവ്യൂ കഴിഞ്ഞ വീഡിയോയിലാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പ്രമോ കാത്തിരുന്ന് BB+ൽ പ്രമോ വന്ന് ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ, നമുക്കൊരു സമയം വേണം, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമില്ലേ? ഓക്കെ, പക്ഷെ 9 ദിവസം കൂടെ അനീഷിനെ കാത്തിരുന്നൂടെ? ഇപ്പം ഗെയിമിൽ ഫോക്കസ് ചെയ്തുവിടുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. പ്രണയവും വിവാഹവും ഒക്കെ നമുക്ക് ശരി, ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അനീഷ് അതൊക്കെ മാറ്റി വെച്ച് വിവാഹ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് അനുവിൻ്റെ അടുത്ത്. ഇനി ഇത് സത്യമാണോ, ഇനി ഇത് വെറുതെ പ്രാങ്ക് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി ചിലപ്പോൾ പറയാൻ പറ്റൂല. പക്ഷെ അനീഷിൻ്റെ ഭാഗത്തായതുകൊണ്ട് എനിക്ക് പ്രാങ്ക് എന്നൊന്നും വിശ്വസിക്കാൻ പറ്റൂല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ ചെറിയ പോർഷൻ മാത്രം എടുത്ത് ഇട്ടതാണോ ഒന്നും അറിയില്ല. പക്ഷേ ഷോക്കായിപ്പോയി. കാര്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട്, കാര്യം ഇനി അത്ര ദിവസങ്ങളേ ഉള്ളൂ. നമ്മളിനി ഗെയിമിൽ ഫോക്കസ് ചെയ്യുക, വിന്നറിലേക്ക് ഫോക്കസ് ചെയ്യുക, അതല്ലേ നേരം. 9 days to go എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതിൽ? പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് 9 days to go എന്ന്. അതൊന്നും ഈ അനീഷ് കാണുന്നില്ലേ? മാത്രമല്ലടാ, ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു 200, 250 ദിവസമൊക്കെ എനിക്ക് ഇവിടെ നിൽക്കണമെന്ന്. ആരുണ്ടാവും അവിടെ 250 ദിവസം? അവിടെ ആ വീട് പോലും ഉണ്ടാവില്ല. എല്ലാം തല്ലിപ്പൊട്ടിച്ച് മാറ്റി പുതിയ വെക്കും, അല്ലെങ്കിൽ പുതിയ വീട് വെക്കും, അല്ലെങ്കിൽ എല്ലാവരും മാറ്റി കൊണ്ടുപോകും. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു, അനീഷെ ഫോക്കസ് ചെയ്യുക, അധികം അതിൽ അമൃതും വിഷമെന്നൊക്കെ. എന്ത് പറ്റിയെന്ന് ഒരു പിടിയുമില്ല. എന്തായിരുന്നാലും അനീഷ് ഇത് എന്ത് കാണിക്കുന്നതെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തായിരുന്നാലും അനീഷ് ഇവിടെ സിൻസിയറായിട്ട് പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം അനീഷിനെ പോലത്തുള്ളൊരു വ്യക്തി ഒരിക്കലും അതൊരു ഗെയിമായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗെയിം ആണെങ്കിൽ ഇത് ഏത് ഗെയിമാണ്? പല സീസൺ ഇങ്ങനത്തെ ഒരു ഗെയിം നടന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഗെയിം വൺ സൈഡഡ് സംഭവം നടന്നിട്ടുണ്ട്. അതാണോ ഇനി ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തന്നെ പറ, ഇത് ഗെയിമാണോ? എനിക്കിതൊരു ഗെയിമായിട്ട്, ഇത് ഇങ്ങനെ വെച്ചാൽ ഗെയിം കളിക്കേണ്ട സാധനമല്ല ഇതൊന്നും, അല്ലേ? നമ്മുടെ ലൈഫാണ്, ഇതൊന്നും വെച്ച് കളിക്കേണ്ട സാധനമല്ല. മാത്രമല്ല 9 ദിവസം കൂടെ കഴിഞ്ഞ് എടുത്താൽ പോരെ, ഇതൊക്കെ സംസാരിച്ചാൽ പോരെ, അല്ലേ? പിന്നെ അനുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അനുവിന് അങ്ങനെ വലിയ ആ രീതിയിലൊന്നും അങ്ങനെ അനീഷിനെ അങ്ങനെ ഇതാക്കിയതായിരുന്നു എനിക്കറിയില്ല. പുള്ളിക്കാരി കളിക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്തായാലും പറയാൻ പറ്റില്ല. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു, അവസാനം വേറെ പലതും സംഭവിക്കും. അതുകൊണ്ട് തന്നെ പ്രൊമോ പ്രേമമതി ദി തീ 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 എന്ന പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ. ഇന്നലെ വരെ ദം 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 ആ പാട്ടൊക്കെ ഇട്ട് അടിയും ബഹളം കാണിച്ചുകൊണ്ടിരുന്ന ബിഗ് ബോസ് ആണ് 9 ദിവസം ബാക്കി നിൽക്കെ പ്രേമവതി തീ തീ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇട്ടിട്ട് അനീഷ എന്നെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ് അനുമോൾക്ക്? അപ്പം അനീഷേട്ടൻ ഇപ്പോൾ കുറേ മാറി. ആദ്യമൊക്കെ വന്ന സമയത്ത് താല്പര്യമുണ്ടായിരുന്നില്ല. ഇത്തവണ ഇപ്പോൾ തന്നെ ഒരാളെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഇപ്പോൾ നല്ല ഒരാളാണ്, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ. അപ്പോൾ അനീഷ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അപ്പോൾ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിരുന്ന് ആടുന്നുണ്ട്. പിന്നെയും പ്രേമവതി തീ പാട്ട്. എൻ്റെ ദൈവമേ, ഇത് എവിടെ പോയി അവസാനിക്കും? നമ്മളെല്ലാവരും വിജയിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, ആര് വിജയിയാവും? PR-കളുടെയും ഫാൻസുകാരുടെയും അതിപ്രസരവും ടോക്സിസിറ്റിയും കാരണം എങ്ങനെയെങ്കിലും ഈ മത്സരം ഒന്ന് അവസാനിപ്പിച്ചിട്ട് വിജയെ കണ്ടെത്താൻ നോക്കുമ്പോഴാണ് പ്രേമവതി 9 ദിവസം ബാക്കി നിൽക്കെ. നിങ്ങൾ പറ മക്കളെ, എന്താണ് നിങ്ങൾ
കുറേ പേരുണ്ടാവും അല്ലേ. എനിക്ക് മനസ്സിലായി, മിക്സഡ് ഫീലിങ്സ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമായിരിക്കും, ചില ആൾക്കാർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. ഈ ഒരു സമയത്ത് കാര്യം ഇതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റേഴ്സാണ്, അവർക്ക് പുറത്ത് പോയി ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് നമ്മളൊരു പ്രതീക്ഷിക്കാത്ത സംഭവമാണല്ലേ ഇത്. എനിക്ക് അങ്ങോട്ട് കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലാവില്ല, എന്താണ് ഇത്, എന്താ സംഭവം ഇത് മനസ്സിൽ. നമ്മളിങ്ങനെ ഇനിയിപ്പോൾ ഗ്രാൻഡ് ഫിനാലെ, ഇനിയിപ്പോൾ റീ എൻട്രി ഉണ്ടാവും, ഇനിയിപ്പോൾ ഇവരുടെ ജേണി കാണിക്കും, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ടാസ്കുകൾ കൊടുക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി എപ്പോൾ തീരും ഇത് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് പ്രേമവതി തീ. നിങ്ങൾ പറയട്ടെ നിങ്ങളുടെ അഭിപ്രായം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.